Hello everyone, welcome to CS Classroom. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡേറ്റ സ്ട്രക്ചറിൽ ക്യൂ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ഏത് പ്രിൻസിപ്പിൾ? ഫിഫോ. ഫിഫോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം കയറിയ ആൾ ആദ്യം പുറത്തിറങ്ങും. റൈറ്റ്. സോ ദ എലിമെന്റ് ഇൻസേർട്ടഡ് ഫസ്റ്റ് ഇസ് ദ വൺ ടു ബി റിമൂവ് ഫസ്റ്റ്. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് നന്നായിട്ട് അറിയാം, കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ക്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു വേർഡ് ഫെമിലിയർ ആണ്. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും ATM മെഷീനിലാണെങ്കിലും അവിടെ എല്ലാം നമ്മൾ എന്താണ്, ക്യൂ ആണ് ഫോളോ ചെയ്യുന്നത്. റൈറ്റ്. സോ എക്സാമ്പിൾ നമുക്കൊരു ATM മെഷീൻ്റെ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഒരു ATMൽ ക്യാഷ് എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ക്യൂ ഉണ്ടാവും. ആദ്യം വന്ന ആൾ ആദ്യം ആക്സസ് ചെയ്തിട്ട് ആദ്യം ഇറങ്ങുന്ന അദ്ദേഹം തന്നെ ആയിരിക്കും, അല്ലേ? സോ ഇതിനകത്ത് രണ്ട് കീ പൊസിഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ദ പൊസിഷൻ ഇൻ ദ ക്യൂ ഫ്രം വെയർ ദി എലിമെന്റ്സ് ആർ റിമൂവ്ഡ്, അല്ലെങ്കിൽ അതിന് DQ എന്ന് പറയും. ഇതൊരു ഓപ്പറേഷൻ കൂടെയാണ്. ഓൾ റൈറ്റ്. സോ ക്യൂവിൽ രണ്ട് ഓപ്പറേഷൻ ഉണ്ട്. ഒന്ന് DQ ഉണ്ട്, ഒന്ന് NQ ഉണ്ട്. സോ DQ എന്ന് പറയുമ്പോഴത്തേക്കും റിമൂവ് ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇദ്ദേഹം ആയിരിക്കും ആദ്യം പുറത്ത് പോകാൻ പോകുന്നത്. ഓൾ റൈറ്റ്. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓൾ റൈറ്റ്. സോ അതിൽ നമ്മൾ പറയുന്നത് ഓൾവേസ് പോയിന്റ്സ് ടു ദി ഫസ്റ്റ് എലിമെന്റ് ഓഫ് ദ കീ. സോ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അത് ആദ്യത്തെ ഫസ്റ്റ്, അതായത് നമ്മുടെ ക്യൂവിലെ ഫസ്റ്റ് എലിമെന്റിനെയാണ് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. സോ യു ക്യാൻ സി, അതാണ് ഫ്രണ്ട് എന്ന് പറയുക. ഓൾ റൈറ്റ്. അതുപോലെ തന്നെ റിയർ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ കൂടെ ഉണ്ട്. സോ റിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പൊസിഷൻ ഇൻ ദ ക്യൂ വേർ ദ ന്യൂ എലിമെന്റ്സ് ആർ ആഡഡ്. ദാറ്റ് മീൻസ് അത് പുതിയ ഒരാൾ വരുവാണെങ്കിൽ അയാൾ വരുന്നത് ഇവിടെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ക്യൂ അല്ല. ഓൾ റൈറ്റ്. സോ ദ പൊസിഷൻ ഇൻ ദ ക്യൂ വേർ ന്യൂ എലിമെന്റ്സ് ആർ ആഡഡ്. ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്ന എന്താണ്, ഇവിടെയാണ് ആഡ് ആവുന്നത്. ഓൾ റൈറ്റ്. സോ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് ടു ദി ലാസ്റ്റ് എലിമെന്റ് ഇൻസേർട്ടഡ് ഇൻ ദി ക്യൂ. സോ റിയറിന്റെ പൊസിഷൻ ഇതായിരിക്കും. ഓൾ റൈറ്റ്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്യൂവിനെ കുറിച്ചുള്ള കുറച്ച് ഡെഫിനേഷനും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഓൾ റൈറ്റ്. സോ നൗ ഇനി ബേസിക് ഓപ്പറേഷൻ. നമ്മൾ ഇത്രയും ഓപ്പറേഷൻസ് ആക്ച്വലി നമുക്കുണ്ട്. NQ, DQ, ഫ്രണ്ട്, ഈസ് എംപ്റ്റി, ഈസ് ഫുൾ. പക്ഷെ നമ്മൾ ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് C പ്രോഗ്രാമിംഗ് വെച്ച്. ഓൾ റൈറ്റ്. സോ NQ എന്ന് പറയുമ്പോൾ എന്താണ്? ആഡ് എലിമെന്റ് X ടു ദ റിയർ ഓഫ് ദ ക്യൂ. അപ്പോൾ ഒരു എലിമെന്റ് നമുക്ക് ആഡ് ചെയ്യണം. അത് ആ ഓപ്പറേഷൻ എന്താ പറയുന്നത്? NQ എന്ന് പറയുന്നത്. അത് എവിടെ ആയിരിക്കും ആഡ് ആവുന്നത്? നമുക്കറിയാം, റിയർ പൊസിഷനിലായിരിക്കും അത് ആഡ് ആവുക. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. സി, നമ്മുടെ എക്സാമ്പിൾ ക്യൂ ഇതാണ്. യു ക്യാൻ സി, നമ്മൾ ഒരു അറേ എടുത്തു. ആ അറേയുടെ സൈസ്, അറേയുടെ പേര് ക്യൂ ആണ്, അതിന്റെ സൈസ് 5 ആണ്. ദാറ്റ് മീൻസ് 0 to 4. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇനി ആഡ് ചെയ്യും. ഇവിടെ 3 വരെ നമ്മൾ ആഡ് ചെയ്തു. റൈറ്റ്. 0th പൊസിഷൻ ആഡ് ചെയ്തു, 1 പൊസിഷനിൽ ആഡ് ചെയ്തു, 2 പൊസിഷൻ, 3rd പൊസിഷനിൽ ആഡ് ചെയ്തു. ഇപ്പോഴത്തെ സിനാരിയോ, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് എലിമെന്റ് X എന്ന് പറയുന്നതിലും, സപ്പോസ് നമ്മുടെ X എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? യു ക്യാൻ സി, ഫ്രണ്ട് എന്ന് പറയുന്ന പൊസിഷൻ ഇതായിരിക്കും. അതുപോലെ തന്നെ റിയർ എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെ ആയിരിക്കും ഈ സിറ്റുവേഷനിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? റിയറിന്റെ പൊസിഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മുടെ വേണ്ട വാല്യൂ ആഡ്. സപ്പോസ് നമുക്ക് 40 വാല്യൂ ആണ് ആഡ് ചെയ്യണമെങ്കിൽ 40 നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യും. സോ ഈ ഓപ്പറേഷൻ നമ്മൾ എന്ത് പറയാ? NQ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇതിന്റെ നമ്മൾ C ഇംപ്ലിമെന്റേഷൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. ഓൾ റൈറ്റ്. നൗ DQ എന്ന് പറയുമ്പോൾ എന്താണ്? റിമൂവ് എലിമെന്റ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദ ക്യൂ. റൈറ്റ്. സോ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ഇതാണ്. സോ ഇൻസേർട്ട് ചെയ്യുന്നത് റിയറിലായിരിക്കും, റിമൂവ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഫ്രണ്ടിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമുക്ക് സപ്പോസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? 15 റിമൂവ് ആവത്തില്ല, 20 റിമൂവ് ആവത്തില്ല, 40 റിമൂവ് ആവത്തില്ല. കാരണം എന്താണ്? ഇത് FIFO ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സോ ആദ്യം ഇൻസേർട്ട് ആയ ആരാണ്? 10. സോ അയാളെ ആദ്യം പോവുള്ളൂ. സോ റിമൂവ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഫ്രണ്ടിൽ നിന്നായിരിക്കും റിമൂവ് ആവുക. എങ്ങനെയായിരിക്കും? യു ക്യാൻ സി, നമ്മൾ റിമൂവ് ചെയ്തു, എന്നിട്ട് ഫ്രണ്ട് എന്ത് ചെയ്തു? ഒന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. കാരണം ഫ്രണ്ട് ഇനി എന്താ? നമുക്ക് ഇവിടെ നിന്നാണ്, ഇതാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്. സോ ഫ്രണ്ട് എന്തായിരിക്കും? എപ്പോഴും എന്താണ്? പുതിയ എന്താണ്? അടുത്ത വാല്യൂവിന്, അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്മൾ എപ്പോഴും കൂടും. 0ൽ നിന്നും 1ലോട്ട് പോകും. ഇത് 15 ഇനി വീണ്ടും പോപ്പ് ചെയ്യണം. നമ്മൾ പോപ്പ് എന്നല്ല, ഇതിന് DQ എന്നാണ് നമ്മൾ പറയുക. ഓൾ റൈറ്റ്. സോ വീണ്ടും 15 പോയിട്ട് സെക്കൻഡ് പൊസിഷനിലോട്ട് വരിക. അങ്ങനെയാണ് ഫ്രണ്ടിന്റെ പൊസിഷൻ മാറുക. ഓൾ റൈറ്റ്. ദാറ്റ് ഈസ് DQ. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ C കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ബേസിക് ഓപ്പറേഷൻ ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? വ്യൂ ദ എലിമെന്റ് അറ്റ് ദ ഫ്രണ്ട്. ഓക്കെ. വിതൗട്ട് റിമൂവിങ് ഇറ്റ്. നമ്മൾ സ്റ്റാക്കിൽ പീക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഫ്രണ്ടിൽ ഏത് എലിമെന്റ് ആണെന്നുള്ള കാര്യം നോക്കിയിട്ട് അതിന് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് നോക്കുക. അതാണ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈസ് എംപ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് ദ നെയിം സജസ്റ്റ്
അത് നോക്കൂ നമ്മുടെ ക്യൂ എം ടി ആണോ ഇല്ലയോ എന്നുള്ളത്. എം ടി ആണെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, എം ടി അല്ല എങ്കിൽ അത് ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അതുപോലെ അതിൻ്റെ നെഗേഷൻ ആയ ഈസ് ഫുൾ. ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് സൈസ് ക്യൂസ് ആണെങ്കിൽ, ചില ക്യൂസ് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും, ഫിക്സ്ഡ് സൈസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും അത് ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നമ്മുടെ ക്യൂവിൻ്റെ സൈസ് നമുക്കറിയാം ഫിക്സ്ഡ് സൈസ് ആണ്, അത് 5 ആണ്. ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ്, ഈ അറേ ഈ ക്യൂ ഫുള്ള് ഫില്ലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഫുൾ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഓൾറൈറ്റ്, സോ ഇതാണ് ബേസിക് ഓപ്പറേഷൻ. സോ ഇനി നമുക്ക് സി ഇംപ്ലിമെന്റേഷൻ, 2 ഓപ്പറേഷൻ ഉണ്ട്, ആ 2 ഓപ്പറേഷൻ്റെയും സി ഇംപ്ലിമെന്റേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ക്യൂ എന്ന് പറയുന്ന അറേനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതാണ് ആദ്യത്തെ ലൈൻ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടും റിയറും നമ്മൾ 2 വേരിയബിളിനെ സെറ്റ് ചെയ്യും. ഓൾറൈറ്റ്, സോ അതിൻ്റെ സിമുലേഷൻ നമുക്ക് നോക്കാം. ക്യൂ എന്ന് പറയുന്ന ഒരു അറേ, അതിൻ്റെ സൈസ് എത്രയാണ്, 5 ആണ്. യു ക്യാൻ സി 0 to 4. ഓക്കെ, അതുപോലെ ഫ്രണ്ടും റിയറും 2 വേരിയബിൾസ് നമ്മൾ കൊടുത്തു. ഇനീഷ്യലി ഫ്രണ്ടും റിയറും എന്താണ്, ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, റൈറ്റ്. അപ്പോൾ എന്താ, 2 -1 ആണ്. ഓൾറൈറ്റ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ആദ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. സോ ഫ്രണ്ടും റിയർ എന്തായിരിക്കും, -1 ഇരിക്കുന്നത്. ഓൾറൈറ്റ്, സോ -1 ഇവിടെ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ എന്ത് പറയും, -1 രണ്ടും ഇരിക്കുകയാണ്. ഫ്രണ്ട് ഞാൻ F ആയിട്ട് കാണിക്കാം ആൻഡ് റിയറിനെ ഞാൻ R ആയിട്ട് കാണിക്കാം. രണ്ടും -1 ഇരിക്കുവാണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, റിയറിലാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ രണ്ടും എവിടെയാണ് കിടക്കുന്നത്, -1 സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം എഫിനെ എടുത്ത് നമ്മൾ 0 ആക്കണം. ഓൾറൈറ്റ്, എന്നിട്ട് ആറിനെയും നമ്മൾ 0 ആക്കണം. ഇപ്പം ഈ സിറ്റുവേഷനിൽ ഇത് രണ്ടും ഒരു സ്ഥലത്തായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും, ദെൻ നമ്മൾ റിയറിനെ കൂട്ടുക. റൈറ്റ്, സോ റിയറിൽ നമ്മൾ നമ്മൾ ഇപ്പോൾ 0 ആണ് കിടക്കുന്നത്, റൈറ്റ്. സോ 0th പൊസിഷനിൽ നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്ത്, സപ്പോസ് 5 ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിയറിനെ കൂട്ടണം. ഈ ഫ്രണ്ട് ഇവിടെ തന്നെ ഇരിക്കും, കാരണം ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. റിയർ പിന്നെ കൂടി ഇവിടെ വരും. പിന്നെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യും, റിയർ ഇങ്ങോട്ടേക്ക് മാറും. റൈറ്റ്, സോ ഇതാണ് ഐഡിയ. റൈറ്റ്, സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, സോ എങ്ങനെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ NQൻ്റെ കോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോഡായിട്ട് ഇവിടെ എഴുതുന്നത്. ഓൾറൈറ്റ്, സോ നമുക്ക് സപ്പോസ് NQ, യു ക്യാൻ സി ഓവർ ഹിയർ, നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ക്യൂയിലോട്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. റൈറ്റ്, സോ ഈ 10 എവിടെ വരും, ഈ ഡെഫിനേഷനിലോട്ട് വരും. റൈറ്റ്, സോ എക്സിലോട്ട് വരും. സോ നൗ ഇഫ് റിയർ ഇസ് ഈക്വൽ ടു 4, ഇതെന്താണ്, ഓവർഫ്ലോ കണ്ടീഷൻ. ഇവിടെ ഓവർഫ്ലോ ആണോ, അല്ല. കാരണം ഓവർഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മൊത്തം ഫില്ലായി, ഇനി ഇവിടം വരെ എത്തി, അടുത്ത് നമുക്ക് ആഡ് ചെയ്യാനില്ല. റൈറ്റ്, അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, റിയർ 4 ആണെങ്കിൽ 4ലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും, ഓവർഫ്ലോ. തീർച്ചയായിട്ടും ഈ കണ്ടീഷൻ ഇപ്പോൾ ഫാൾസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എൽസ് കണ്ടീഷനിലോട്ടാണ് പോകുന്നത്. സോ എൽസ് കണ്ടീഷൻ എന്താ ചെയ്യുന്നത്, ഇഫ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു മൈനസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട് -1 ആണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് -1 ആണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ഫ്രണ്ടിനെ 0 ആക്കും. റൈറ്റ്, സോ ഫ്രണ്ടിനെ 0 ആക്കും. ദെൻ നമ്മൾ നോക്കിയാൽ യു ക്യാൻ സി ഫ്രണ്ടിനെ 0 ആക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, വീണ്ടും റിയറിനെ 0 ആക്കുവാണ്. റൈറ്റ്, സോ ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് റിയറിനെ നമ്മൾ 0 ആക്കും. സോ യു ക്യാൻ സി, അപ്പോൾ ഫ്രണ്ടിനെ 0 ആക്കി, റിയറിനെ 0 ആക്കി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ്, രണ്ടും ഒരു സ്ഥലത്താണ് പോയിന്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ റിയറിനെ 0 ആക്കിയല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്യൂ ഓഫ് റിയർ. ഇപ്പൊ ക്യൂ എന്ന് പറയുമ്പോൾ ഇത് ക്യൂ ഓഫ് റിയർ എന്താണ്, റിയർ 0 ആണ്. സോ ക്യൂ ഓഫ് 0ലോട്ട് നമ്മുടെ എക്സിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ എക്സ് എന്താണ്, 10 ആണ്. സോ ക്യൂ ഓഫ് 0ലോട്ട് നമ്മൾ എന്ത് ചെയ്തു, 10നെ ആഡ് ചെയ്തു. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ. എം ടി ക്യൂവിൽ നമ്മൾ ആദ്യം NQ ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്കും 10 ഇവിടെ ആഡ് ആയി. നൗ അടുത്ത് സപ്പോസ് നമുക്ക് 15 കൂടെ ആഡ് ചെയ്യണം. റൈറ്റ്, സോ 15, റൈറ്റ്, ഹൗ ഇറ്റ് ബിഹേവ്സ്. ഈ 15 എന്താണ് നമുക്കറിയാം, ഇങ്ങോട്ടേക്ക് പോയി. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. റൈറ്റ്, നമ്മൾ ചെക്ക് ചെയ്യുവാണ്, റിയർ ഈക്വൽ ടു 4 ആണോ. ഒബ്വിയസ്ലി ഇത് ഓവർഫ്ലോ അല്ല. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്തു, എൽസിലോട്ട് പോയി. ഈ ഫ്രണ്ട് ഈക്വൽ ടു അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്, ഫ്രണ്ട് 0 ആണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, റിയറിനെ അങ്ങ് കൂട്ടിയാൽ മതി. കാരണം ഫ്രണ്ട് ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്, റിയർ ആയിരിക്കും കൂടി ഈ പൊസിഷനിലോട്ട് വരാൻ പോകുന്നത്, അല്ലേ, ഓരോ തവണ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ റിയർ ++ എന്ന് പറയുമ്പോഴത്തേക്കും റിയർ എന്താവും, റിയർ മാത്രം 1 ആവും. യു ക്യാൻ സി 0ൽ നിന്നും
1 ആയി ആൻഡ് റിയർ ഷിഫ്റ്റ്സ് ടു ഫസ്റ്റ് പൊസിഷൻ. യു ക്യാൻ സി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, യു ക്യാൻ സി ഇൻ ഹിയർ റൈറ്റ്. ആദ്യം നമ്മൾ റിയർ പ്ലസ് പ്ലസ് ചെയ്തു, എന്നിട്ട് റിയർ ഷിഫ്റ്റ് ആയി ആൻഡ് ക്യൂ ഓഫ് റിയർ, ക്യൂ ഓഫ് റിയർ എന്ന് പറയുമ്പോൾ 1, ക്യൂ ഓഫ് 1 എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എക്സിനെ ആഡ് ചെയ്യാൻ പോവാണ്. സോ 15 കംസ് ഓവർ ഹിയർ. യു ക്യാൻ സി. ഓൾ റൈറ്റ്. സോ അഗെയിൻ വീണ്ടും ഇത് മനസ്സിലാവാതെ വീണ്ടും നമുക്ക് നോക്കാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് 20 കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓൾ റൈറ്റ്. സി ഞാൻ ഈ മുഴുവൻ ആരെ ഞാൻ ഫില്ല് ചെയ്യും. ഓൾ റൈറ്റ്. സോ ഒരു തവണ മനസ്സിലായെങ്കിൽ യു ക്യാൻ അടുത്ത് നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്. സോ 20 യു ക്യാൻ സി എങ്ങോട്ടേക്ക് പോകും, 20 ഇങ്ങോട്ടേക്ക് പോകും. റൈറ്റ്. അഗെയിൻ നമ്മൾ നോക്കും, കണ്ട് ഇത് ഓവർഫ്ലോ അല്ല. റൈറ്റ്. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ട് ഈക്വൽ ടു -1 അല്ല, ഫ്രണ്ട് എന്താ ഇപ്പോൾ 0 ആണ്. റൈറ്റ്. അപ്പോൾ ഇതും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, റിയറിനെ 1 കൂട്ടും. സോ റിയർ എന്താവും, 2 ആയി മാറും. റൈറ്റ്. സോ റിയറിനെ നമ്മൾ കൂട്ടി ആൻഡ് റിയറിന്റെ പൊസിഷൻ മാറി. ഓൾ റൈറ്റ്. റിയർ 2 ആയി, 2 പോയിന്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, ക്യൂ ഓഫ് റിയർ, ക്യൂ ഓഫ് 2 റൈറ്റ്. ക്യൂ ഓഫ് 2 എന്താണ്, ഈ പൊസിഷൻ ആണ്. ആ പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിനെ ആഡ് ചെയ്യുന്നു. സോ 20 അവിടെ വരും. ഓക്കെ. വീണ്ടും നമുക്ക് നോക്കാം. സപ്പോസ് 25 ആണ് എനിക്ക് എൻക്യൂ ചെയ്യേണ്ടത്. ഓൾ റൈറ്റ്. അഗെയിൻ സെയിം സിറ്റുവേഷൻ. 25 ഇങ്ങോട്ടേക്ക് വന്നു. അഗെയിൻ നമ്മൾ ചെക്ക് ചെയ്ത് ഓവർഫ്ലോ അല്ല. റൈറ്റ്. ഫ്രണ്ട് ഈക്വൽ ടു -1 അല്ല. റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, റിയർ പ്ലസ് ചെയ്യുവാണ്. അപ്പോൾ റിയറിന്റെ വാല്യൂ എന്താവും, റിയർ ബിക്കംസ് യു ക്യാൻ സി 3. റൈറ്റ്. റിയർ 3 ആയി ആൻഡ് റിയറിന്റെ പൊസിഷൻ നമ്മൾ അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു. ക്യാൻ റിയർ പ്ലസ് ആയി. ക്യൂ ഓഫ് റിയർ, ക്യൂ എന്താണ്, നമ്മുടെ അറേയാണ്. ക്യൂ ഓഫ് 3 എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, എക്സിനെ ആഡ് ചെയ്യണം. എക്സ് എന്താണ്, 25 ആണ്. അഗെയിൻ നമുക്ക് നോക്കാം, 30 ആഡ് ചെയ്യണം. സോ 30 എന്താവും, അഗെയിൻ ഇത്രയും യു ക്യാൻ സി 30 ഇങ്ങോട്ടേക്ക് വന്നു. ഈ കണ്ടീഷൻ അക്സെപ്റ്റ് ആവുന്നില്ല, ഇവിടെ ഇതും ആവുന്നില്ല. റിയറിനെ പ്ലസ് ചെയ്തു. സോ റിയർ ബിക്കംസ് വാട്ട്, 4. റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, ക്യൂ ഓഫ് റിയർ എന്താണ് 4, ക്യൂ ഓഫ് 4ലോട്ട് എക്സ് ഇൻസേർട്ട് ചെയ്യുവാണ്. സോ എക്സ് എന്താണ് 30. സോ 30 ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അല്ലേ. സോ യു ക്യാൻ സി 30 ഷുഡ് കം ഓവർ ഹിയർ. റൈറ്റ്. റിയറിന്റെ പൊസിഷൻ ഇതായി. ഓക്കെ. റിയറിന്റെ പൊസിഷൻ ഇതായി ആൻഡ് 30 കംസ് ഓവർ ഹിയർ. ഓക്കെ. നാ ഇപ്പൊ എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. യു ക്യാൻ സി ഫ്രണ്ട് എന്താണ് 0 ആണ്, റിയർ എന്താണ് 4 ആണ്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് 0 ആണ്, റിയർ 4 ആണ്. ഓൾ റൈറ്റ്. ഇനി സപ്പോസ് നമുക്ക് 50 എന്ന് പറയുന്ന ആഡ്, നമുക്കറിയാം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്യൂ ഓവർഫ്ലോ കണ്ടീഷൻ ആണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾ റൈറ്റ്. സോ 50 എന്തായി, 50 കംസ് ഓവർ ഹിയർ. എന്ത് ചെക്ക് ചെയ്തു, ഇഫ് റിയർ ഈക്വൽ ടു യെസ്, റിയർ എന്താണ് 4. ദാറ്റ് മീൻസ് ക്യൂവിന്റെ മാക്സിമം സൈസിലോട്ട് റിയർ വന്ന് എത്തിയിരിക്കുവാണ്. ഇനി മുന്നോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചുരുക്കം. അപ്പൊ എന്ത് പറയും, ക്യൂ ഓവർഫ്ലോ ആണെന്ന് പറയും. ഓൾ റൈറ്റ്. സോ എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്, ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. റൈറ്റ്. സോ ദിസ് ഈസ് NQ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓൾ റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ DQ ചെയ്യാൻ പോകും. DQന്റെ അർത്ഥം റിമൂവ് ചെയ്യാൻ പോകും. റിമൂവ് നമ്മൾ എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, ഫ്രണ്ട് നിന്നാണ് ചെയ്യേണ്ടത്. ഓൾ റൈറ്റ്. സി ഒരു കാര്യം നിങ്ങൾ റിമെമ്പർ ചെയ്യണം, നമ്മളൊരു 10 വാല്യൂസ് ആദ്യം ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തായിരുന്നു, എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യായിരുന്നു, DQ ചെയ്യായിരുന്നു. ഓൾ റൈറ്റ്. ഒരു മിനിമം ഒരു വാല്യൂവിനെ ആദ്യം NQ ചെയ്തിട്ട് അതിനെ ഉടനെ തന്നെ DQ ചെയ്യാം. ഓൾ റൈറ്റ്. ഞാനിവിടെ ചെയ്യുന്നത് മുഴുവൻ അറേനെ ഫില്ല് ചെയ്തിട്ടാണ് DQ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് യു ക്യാൻ പെർഫോം DQ അറ്റ് എനി സ്റ്റേജ്. ഓൾ റൈറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, DQ ഓപ്പറേഷൻ നോക്കാം. സോ നമ്മുടെ ഇപ്പോൾ സിനാരിയോ എന്താണ്, ക്യൂ മൊത്തം ഫിൽഡ് ആണ്, ഫ്രണ്ട് 0 ആണ്, റിയർ 4 ആണ്. അപ്പം നമ്മൾ ഇനി DQന്റെ കോഡ് നോക്കാം. ഇതാണ് നമ്മുടെ DQന്റെ കോഡ്. ഓൾ റൈറ്റ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഒന്ന് ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സോ സി DQ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ കൊടുക്കത്തില്ല. കാരണം എന്താണ്, DQ എന്ന് പറയുമ്പോൾ സിംപ്ലി ഫ്രണ്ടിൽ നിന്ന് എന്ത് വാല്യൂ ഉണ്ടോ അതിനെ ഡിലീറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഇതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ നമുക്ക് ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. നമുക്കറിയാം അതിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടേണിംഗ് നത്തിങ്. റൈറ്റ്. ഇവിടെ നോക്കിയേ, ഫ്രണ്ട് ഈക്വൽ ടു -1. ഇത് ക്യൂ അണ്ടർഫ്ലോന്റെ കണ്ടീഷൻ ആണ്. ദറ്റ് മീൻസ് ക്യൂ അണ്ടർഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂ എംപ്റ്റി ആണ്, കംപ്ലീറ്റ്ലി ഒന്നുമില്ല ക്യൂവിന്റെ അകത്ത്. എന്നിട്ട് നമ്മളൊരു വാല്യൂ എടുക്കാൻ ശ്രമിക്കുകയാണ്, അതിന് നമുക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, ഇല്ല. ആ സിറ്റുവേഷൻ എന്താണ്, ക്യൂ അണ്ടർഫ്ലോ. റൈറ്റ്. നമ്മൾ സ്റ്റാക്കിൽ പഠിച്ച സ്റ്റാക്ക് അണ്ടർഫ്ലോ അതുപോലെ സെയിം സിറ്റുവേഷൻ. ഓൾ റൈറ്റ്. നമ്മൾ എന്താണ്, ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ, അല്ല. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണോ, അല്ല. ഈ ദിസ് ഓർ ദിസ് എന്തെങ്കിലും ആണോ, അല്ല. ഓക്കെ. സോ സി നമ്മൾ ആ ക്യൂ അണ്ടർഫ്ലോന്റെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ. സോ തൽക്കാലത്തേക്ക് വേണ്ടി ഈ കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എൽസ്. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ ഫോൾസ് ആയി. നൗ എൽസ് എന്താ അവർ പറയുന്നത്, പ്രിന്റ് എഫ് ക്യൂ ഓഫ് ഫ്രണ്ട്. ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തെ ക്യൂ ഓഫ് 0
Q of 0 എന്താണ് 10. ആ 10 നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. Now you have to remember that you are removing from here. All right. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 10നെ നമ്മൾ മാറ്റി. യു ക്യാൻ സി 10 നമ്മൾ പ്രിന്റ് ചെയ്തു. ഇനി എന്താ 10 ഇവിടെ നമ്മുടെ ഇല്ല. റൈറ്റ്. സോ എന്താവും, ഫ്രണ്ട് പ്ലസ് പ്ലസ് ആവും അടുത്ത്. റൈറ്റ്. സോ ഫ്രണ്ട് പ്ലസ് പ്ലസ് ആവും. സോ ഫ്രണ്ട് എന്താണ്, ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക്. സോ ഫ്രണ്ട് ബിക്കംസ് 1. ഓൾ റൈറ്റ്. സോ യു ക്യാൻ സി ഫ്രണ്ട് ബിക്കംസ് 1 ആൻഡ് ഫ്രണ്ട്, ന്യൂ ഫ്രണ്ട് ഇസ് വാട്ട്, ദിസ് പൊസിഷൻ. ഓൾ റൈറ്റ്. ആൻഡ് 10 നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ DQ ചെയ്യുവാണ്. ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കും, അഗെയിൻ ഈ കണ്ടീഷൻ എന്താണ്, ഫാൾസ് ആയിരിക്കും. എൽസിലോട്ട് പോവും. റൈറ്റ്. ഇനി എന്ത് ചെയ്യണം നമ്മൾ, അഗെയിൻ ഫ്രണ്ടിൽ Q ഓഫ് ഫ്രണ്ട് Q ഓഫ് 1. ഫ്രണ്ട് വാല്യൂ എന്താണ്, 1 ആണ്. സോ Q ഓഫ് 1 എന്താണ്, 15. യു ക്യാൻ സി ദിസ് വാല്യൂ. ഓൾ റൈറ്റ്. ഈ വാല്യൂ എന്തായിരിക്കും, നമ്മുടെ പ്രിന്റ് ആവും. ഓക്കെ. യു ക്യാൻ സി എന്താ സംഭവിക്കുന്നത്, സി 15 വന്നു. ആൻഡ് എന്ത് സംഭവിച്ചു, 15 അവിടെ റിമൂവ് ആയി. റൈറ്റ്. ആൻഡ് ഫ്രണ്ട് എന്ത് സംഭവിക്കും, ഫ്രണ്ട് ഒന്ന് മൂവ് ചെയ്യും. കാരണം ദിസ് കോഡ് ഈസ് എക്സിക്യൂട്ടഡ്. റൈറ്റ്. അപ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ എന്താവും, ക്യാൻ സി ഫ്രണ്ട് ബിക്കംസ് 2. സോ ഫ്രണ്ട് ബിക്കംസ് 2. ഫ്രണ്ട് ഇവിടെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. 15 നമ്മുടെ ഇവിടെ പ്രിന്റ് ആയി. ഇനി വീണ്ടും നമ്മൾ DQ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അഗെയിൻ സെയിം സിറ്റുവേഷൻ. ഇവിടെ ഡെഫിനിഷൻ കോഡ് ഇത് വർക്ക് ആവത്തില്ല. എൽസിലോട്ട് പോവും. അഗെയിൻ നമ്മൾ എന്താ, Q ഓഫ് ഫ്രണ്ട് എന്താണ്, നമ്മുടെ 2 ആണ്. സോ Q ഓഫ് 2 എന്ന് പറയുമ്പോൾ 20. സോ 20 ഇവിടെ പ്രിന്റ് ആയി. റൈറ്റ്. യു ക്യാൻ സി. ആൻഡ് ഫ്രണ്ടിന്റെ പൊസിഷൻ എന്താവും, ഒന്ന് മാറും. റൈറ്റ്. ആൻഡ് ഫ്രണ്ട് ബിക്കംസ് വാട്ട്, 3. യു ക്യാൻ സി ഫ്രണ്ട് ബിക്കംസ് 3. ഈ സിറ്റുവേഷൻ. Now again നമ്മൾ സപ്പോസ് വീണ്ടും DQ നമ്മൾ ചെയ്യുവാണെങ്കിൽ സെയിം സിനാരിയോ, ദിസ് വൺ ഈസ് എക്സിക്യൂട്ടഡ്. റൈറ്റ്. എന്ത് സംഭവിക്കും, 25 ഇവിടെ വരും. ആൻഡ് യു ക്യാൻ സി ഫ്രണ്ട് ഒന്നും മാറും. ഇപ്പൊ ഈ സിറ്റുവേഷൻ റിയറും ഫ്രണ്ടും സെയിം ആണ്. ഫ്രണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, 4 ആയിരിക്കും. ഓൾറൈറ്റ്. ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വാല്യൂ നമുക്ക് DQ ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ DQ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറൈറ്റ്. സോ എന്തായി, 30 ഇവിടെ വന്നു. നൗ യു ക്യാൻ സി ഇവിടെയാണ്, യു ക്യാൻ സി ഫ്രണ്ടിന്റെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രീസ് ആവും. ദാറ്റ് മീൻസ് എന്താണ്, ഫ്രണ്ട് ബിക്കംസ് ഔട്ട് ഓഫ് ദിസ് സോൺ. റൈറ്റ്. അപ്പൊ ഫ്രണ്ട് വാല്യൂ സപ്പോസ് എന്താവും, ഒന്ന് കൂട്ടുമല്ലോ നമ്മൾ, ഫ്രം ഹിയർ നമ്മൾ ഒന്ന് കൂട്ടുവാണ്. അപ്പൊ എന്താവും, 5 ആവും. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മുടെ Q കംപ്ലീറ്റ്ലി എം ടി ആണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് വല്ല വാല്യൂ എടുക്കാൻ പറ്റും, ഇല്ല, പറ്റത്തില്ല. ആ സിറ്റുവേഷൻ എന്തായിരിക്കും, Q അണ്ടർഫ്ലോ ആയിരിക്കും. സപ്പോസ് ഇനി വീണ്ടും നമ്മൾ DQ ചെയ്യാന്ന് വിചാരിക്കുക. സോ ഒന്നെങ്കിൽ ഫ്രണ്ട് -1 ആണെങ്കിൽ എന്താണ്, നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പുതിയതായിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം. ഓക്കെ. അല്ല എങ്കിൽ എന്താണ്, ഫ്രണ്ട് ഇതിനേക്കാളും കൂടുതലാണ്. ഈ സിറ്റുവേഷൻ ആണ് ഇവിടെ വാലിഡ് ആവുന്നത്. ഫ്രണ്ടിന്റെ വാല്യൂ എന്താണ്, 5 ആണ്. യു ക്യാൻ സി ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഫ്രണ്ട് ഇതിനേക്കാളും മുന്നോട്ട് വന്ന്. ആൻഡ് റിയർ എന്തായിരുന്നു, 4 ആയിരുന്നു. റൈറ്റ്. സോ ഈ കണ്ടീഷൻ ആണ് ഇവിടെ വാല്യൂ ആവുന്നത്. റൈറ്റ്. ഇപ്പൊ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ ഓർ ഈ കണ്ടീഷൻ. അപ്പൊ ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തുകൊണ്ട് അകത്ത് വന്നു. ആൻഡ് വിൽ സേ ദാറ്റ് Q അണ്ടർ ഫ്ലോ. ഓൾറൈറ്റ്. സോ ഈ കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ആവുന്നത്, നമ്മൾ വെൻ വി ആർ സ്റ്റാർട്ടിങ് ദ എറേ. റൈറ്റ്. നമ്മൾ Q നമ്മൾ ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്തോളൂ. ആ സിറ്റുവേഷൻ എന്തായിരിക്കും, ഫ്രണ്ട് -1 തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെയും എന്താണ്, എം ടി ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, എം ടി ചെയ്ത് നമ്മൾ DQ ചെയ്ത് ഇതേപോലെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഈ സിറ്റുവേഷൻ വരും. സോ ഐദർ ഓഫ് ദിസ് സിറ്റുവേഷൻ ആണെങ്കിൽ Q അണ്ടർഫ്ലോ ആവുന്നതിന്റെ അർത്ഥം. ഓൾറൈറ്റ്. സോ ഇതായിരുന്നു C ഇംപ്ലിമെന്റേഷൻ ഓഫ് NQ ആൻഡ് DQ. ക്യൂവിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യൂസ് ഉണ്ട്. ഓൾറൈറ്റ്. ആ ക്യൂസ് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. ഓൾറൈറ്റ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.